ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂർക്ക വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതുമാത്രമല്ല, കൂർക്ക കൊണ്ടുള്ള ഒരു കിടിലൻ റെസിപ്പി ഇതിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കൂർക്ക കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് വൃത്തിയാക്കാൻ ഒത്തിരി പാടാണ്. പക്ഷേ ഇന്ന് ഞാൻ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ വൃത്തിയാക്കാനുള്ള ഒരു 4 ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ ചെളിയൊക്കെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു മണ്ണെല്ലാം ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഞാൻ അതാ ഇവിടെ കൂർക്ക ഒന്ന് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിടണം. വെള്ളം ഒഴിച്ചൊന്ന് അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടപ്പൊന്ന് മാറ്റണം. കണ്ടോ, നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തി ഉപയോഗിക്കാതെയാണ് നമ്മളിന്ന് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതവിടെ ഇതിൻ്റെ ആ ഒരു തോടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സ്പൂണാണ് കേട്ടോ. അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ കറയൊക്കെ നമ്മളെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ടിപ്സാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കൈക്കകത്ത് എല്ലായിടം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ മാത്രം കയ്യിൽ തേക്കുന്നവരുണ്ട് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് തേച്ച് നോക്കണേ. അപ്പം ഞാൻ ഇവിടെ ഇതിനെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഇതിനെ വൃത്തിയാക്കുന്നത്. കാരണം നമ്മൾ കത്തി ഉപയോഗിക്കാറില്ല. കത്തി ഉപയോഗിക്കാതെ തന്നെ നമ്മൾ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളെ കയ്യിൽ കറ പറ്റാതെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പിച്ചാത്തി ഉപയോഗിച്ച് ഇനി നമ്മളെ കൈ മുറിയൊന്നും ഒന്നും പേടിക്കേണ്ട. ഈ ഇതുപോലത്തെ ഒരു സ്പൂണ് മാത്രം മതി കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൂർക്ക വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് ഇത്. എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കൂർക്ക ഉണ്ടെങ്കിലും വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചോറൊക്കെ വാലയിടാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ലാമി ഉണ്ടല്ലോ, ലാമി അല്ലെങ്കിൽ കുട്ട എടുക്കുക. അതിലേക്ക് നമ്മൾ ഇതുപോലെ കൂർക്ക ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ കൂർക്ക ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തൊലിയെല്ലാം നല്ലതുപോലെ ഇളകി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, നല്ലതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു തോടെല്ലാം നല്ലതുപോലെ ഇളകി വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വിധം ചെയ്യുന്നേക്കാളും നമുക്ക് ഒന്ന് എടുത്ത് വെച്ച ശേഷം കയ്യിൽ ഇങ്ങനെ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ ഇളകി കിട്ടും. പിന്നെ നമ്മൾ ഈ എത്ര നമ്മൾ കൂർക്ക ഇളക്കിയാലും ഇതിൻ്റെ ഇടഭാഗത്തൊക്കെ ഇതുപോലെ കുണ്ടും കുഴിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഇരിക്കും. അതിന് നമുക്കിതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയോടെ തന്നെ കൂർക്ക ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂർക്ക കഴിക്കാൻ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് വൃത്തിയാക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആരും വാങ്ങിക്കാറില്ല. പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ടിപ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കണ്ടോ, നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. കുറേ പേര് ഇങ്ങനെ കല്ലിൽ നമ്മൾ തുണിയൊക്കെ കൊണ്ടുവന്ന് ആ തുണിയിൽ പൊതിഞ്ഞ് അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് സാധനം നമ്മൾ കല്ലിൽ അടിച്ച് നമ്മൾ തൊലി കളയുകയാണെങ്കിലും അത് നല്ലതുപോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് കല്ലൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ അടുക്കളയിൽ വെച്ച് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു തുണിയിൽ ഇതുപോലെ കൂർക്ക ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഇടികല്ലില്ലേ, നമ്മൾ ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഇടികല്ലിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം. പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അതിനെ അടിച്ച് നമ്മൾ ആ തൊലി കളയുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടി ഒട്ടും തന്നെ ഭംഗിയില്ലാതെ നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ തുണി അലക്കുന്ന ആ കല്ലിൽ ഒന്ന് ഉരച്ചാണ് കൊടുക്കണമെങ്കിൽ ഒട്ടും കേടാവാതെ തന്നെ നമുക്ക് ഈ ഒരു കൂർക്ക വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ അടിച്ച് അതിൻ്റെ തൊലി കളയാൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. കണ്ടോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു തൊലി എല്ലാം പോയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ ഇരിക്കുന്നത് ഒന്ന് ഇളക്കി കളയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക്
അതിൻ്റെ വൃത്തിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തുണിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരച്ച് നമ്മൾ എടുക്കുകയാണെങ്കിലും അത് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അല്ലാതെ നമ്മൾ കല്ലിൽ വെച്ച് അടിച്ചൊന്നും എടുത്ത് നമ്മൾ വൃത്തിയാക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതുപോലെ ഉരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തൊലിയെല്ലാം നല്ലതുപോലെ, ഇത് മാത്രമല്ല ഇഞ്ചി ഇതുപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് കല്ലിൽ വെച്ച് ഉരച്ചെടുക്കാം. നമുക്ക് കല്ലില്ലെങ്കിലും പേടിക്കേണ്ട, ഇതുപോലത്തെ ഇടികല്ലുണ്ടെങ്കിലും വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ടിപ്സാണ്. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കൂർക്ക വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് ഈ കൂർക്ക കഴുകി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ തൊലി കളഞ്ഞ കൂർക്കയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മെഴുക്ക് പുരട്ടാൻ വേണ്ടി പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലി ഭാരം തീർക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്ന വേറെ ഒന്നിനുമല്ല, ആ കൂർക്കയിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെഴുക്ക് പുരട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് എടുത്ത കൂർക്കയാണ് കേട്ടോ. ഒറ്റ വിസിൽ മാത്രം മതി. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പം ഞാനവിടെ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയ ശേഷം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരിതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി നമുക്ക് മാറ്റിയില്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ആ ഒരു പാകം നമ്മൾ നേരത്തെ ഇളക്കിയതുപോലെ തന്നെ ആ സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ചൂടാവാതെ തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം ഇത് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് കേട്ടോ. പെട്ടെന്ന് അവർക്ക് രാവിലത്തെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് മെഴുക്ക് പുരട്ടാൻ എളുപ്പത്തിനുള്ള ഒരു ടിപ്സാണ്. നമ്മളിതിൻ്റെ തോട് കളയുന്നതൊപ്പം തന്നെ അതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കതൊന്ന് കടുക് താളിച്ചൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനവിടെ ഈ ഒരു കൂർക്ക എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചെയ്യേണ്ടത് നല്ലതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മെഴുക്കൊക്കെ പുരട്ടാൻ വേണ്ടി നീളത്തിനാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ ക്ലീൻ ചെയ്ത ഇത് കൂർക്കയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മെഴുക്ക് പുരട്ടാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി, അപ്പോൾ നമ്മൾ മെഴുക്ക് പുരട്ടാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ ഇരുമ്പ് ചട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. അപ്പോൾ കടുകൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ കൂർക്കൊക്കെ മെഴുക്ക് പുരട്ടണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ട ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നത് നല്ലത്. അതാണ് ഇത്തിരി കൂടെ ടേസ്റ്റ്. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കുകയാണ്. കാരണം നല്ലതുപോലെ വാടി അത് ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് കളർ മാറി വരണം. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ചേർത്തത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ആ ഉള്ളി ഇവിടെ നല്ലതുപോലെ വാടി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ അളവിൽ ചതച്ച മുളകാണ് കേട്ടോ. അപ്പം ഞാൻ അതവിടെ ചതച്ച മുളക് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു കളറൊക്കെ നല്ലതുപോലെ കളറ് മാറി വരണം കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കൂർക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചെറിയ ചീഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു മസാല എല്ലാം കൂടി ആ കൂർക്കയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം വേവൊന്നുമില്ല ഇതിൽ, എന്നാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ചൊന്ന് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അധികം ഞാൻ വീഡിയോ കാണിച്ച് ബോറടിപ്പിച്ചില്ല. അപ്പോൾ നല്ലതായിട്ട് വറ്റി അതായത് നല്ല ടേസ്റ്റായിട്ടുള്ള കൂർക്ക മെഴുക്ക് പുരട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.